നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68-ാമത്തെ വാക്യം ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഈ ചിന്തയാണ് ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പല കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് കഠിന വാക്ക്, ആർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭാഷണത്തിന് ശേഷമാണ് ഈ യേശു പറഞ്ഞ ഉപദേശങ്ങൾ, വാക്കുകളൊക്കെയും കഠിന വാക്ക് എന്ന് മനസ്സിലാക്കി അവർ യേശുവിൽ നിന്ന് അകന്നു പോകാനിടയായി തീർന്നത്. ഈ തരുണത്തിലാണ് ശിമോൻ പത്രോസാണ് പറഞ്ഞത്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അനേകർക്ക് യേശുവിനെ പൂർണ്ണമായിട്ട് പിൻപറ്റുവാൻ കൊണ്ട് സാധ്യമല്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണം യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ യേശുവിനെ അറിയണം. തിരുവെഴുത്തുകളെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ യേശു ക്രിസ്തുവിനെ നമ്മൾ അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രം, ഒരുവനെ അടുത്തറിഞ്ഞെങ്കിൽ മാത്രമേ ആ വ്യക്തി എങ്ങനെയുള്ളതെന്ന് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ യേശു ആരാണെന്ന് തിരിച്ചറിയുവാനും, അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് നിന്നെ വിട്ട് പോകുന്ന സംഗതിയില്ല. ഇന്ന് ആത്മീയ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനേകർ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ഇടർച്ചകളുണ്ടാക്കിയൊക്കെയും കടന്നു പോകാറുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥമായ ദൈവവേദൽ യേശുവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അങ്ങനെ ഒരു അനുഭവം ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ആ യേശുവിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകാനിടയാകത്തില്ല. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും നമ്മൾ പ്രാപിക്കേണ്ടതല്ലേ എന്ന് യോബ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മകൾ മാത്രം ആഗ്രഹിച്ചായിരിക്കും പലരും ദൈവത്തെ അറിയുന്നത്. അല്ല, കർത്താവ് യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ്. അല്ല വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട് ഉന്നതമായ നിലയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ പറയുന്ന പോലെയുള്ള അനുഭവങ്ങൾ കൂടെ നടത്താവുന്നല്ല. കർത്താവ് പറഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആകയാൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് പറയും, യേശുവിനെ രുചിച്ചറിയുവാനും യേശുവിനെ മനസ്സിലാക്കുവാനും യേശുവിനെ പൂർണ്ണമായിട്ട് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ ഒരിക്കലും പത്രോസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകും. ആകയാൽ ഇന്ന് പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ ഈ വചനം നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായിരിക്കാണ്ടാകട്ടെ. യേശുവിൽ നിന്ന് നന്മ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആ യേശു നമ്മളെ ഒരിക്കലും തള്ളിപ്പറയില്ല, യേശു നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തുടങ്ങണം. സർവ്വശക്തനായ കർത്താവ് നമ്മുടെ ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാണ്. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.